നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് കർഷക പ്രക്ഷോഭം വീണ്ടും ശക്തമാവുകയാണ്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ദില്ലി ചലോ റാലികൾ രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തികൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു. പോലീസിന്റെ ജലപീരങ്കിക്കും കണ്ണീർവാതകത്തിനുമൊന്നും ആ സമരത്തിന് ശക്തി കുറയ്ക്കാൻ സാധിച്ചില്ല. ਸਰਕਾਰਾਂ ਨੇ ਸਾਨੂੰ ਇੱਥੇ ਸੱਦਿਆ ਖੁਦ ਜੇ ਸਾਡੇ ਇੱਥੇ ਫੈਸਲਾ ਕਰ ਦਿੰਦੇ ਅਸੀਂ ਜਾਂਦੇ ਨਹੀਂ ਸੀ ਉੱਥੇ ਤੇ ਹੁਣ ਅਸੀਂ ਇੱਥੇ ਰਹਿ ਕੇ ਵੀ ਕੀ ਕਰਨਾ ਸਾਡੇ ਹੱਥ ਦੀਆਂ ਰੋਟੀਆਂ ਖੋਲੀਆਂ ਉਹਨਾਂ ਨੇ ਇਹੋ ਜਿਹਾ ਕਦੇ ਕੰਮ ਨਹੀਂ ਦੇਖਿਆ ਜਿਹੜਾ ਸਰਕਾਰ ਨੇ ਸਾਡੇ ਨਾਲ ਹੁਣ ਕਰਿਆ। കാർഷിക നിയമ ഭേദഗതികൾ പാസാക്കിയതിനെതിരെ തുടങ്ങിയ കർഷക പ്രക്ഷോഭം പിന്നീട് പഞ്ചാബിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. കോൺഗ്രസ് കർഷകരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നടക്കമുള്ള ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരും BJPയും ഉന്നയിക്കുക പോലും ചെയ്തു. എന്നാൽ ഇതിലൊന്നും തളരാതെ വീണ്ടും വർദ്ധിത വീര്യത്തോടെ സമരപാതയിലേക്ക് എത്തുകയാണ് കർഷകർ. വിവിധ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിന് പിന്തുണ നൽകിയും കർഷക വിരുദ്ധ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും കർഷകരും പ്രതിഷേധത്തിനൊരുങ്ങി. ദില്ലി ചലോ എന്ന ആഹ്വാനവുമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ ഹരിയാന സർക്കാരും പോലീസും തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ട്രാക്ടറുകളിലും മറ്റു വാഹനങ്ങളിലും കാൽനടയായും കർഷകർ മുന്നോട്ട് തന്നെ നീങ്ങി. തടയാനാവുന്ന പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും എല്ലാം പ്രയോഗിച്ചു. എന്നാൽ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് അവർ മുന്നോട്ട് തന്നെ നീങ്ങി. മധ്യപ്രദേശിൽ നിന്ന് മേധാ പട്കറുടെ നേതൃത്വത്തിലായിരുന്നു കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഉത്തർപ്രദേശ് സർക്കാർ ആഗ്രയിൽ തടഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ലക്ഷ്യം കർഷക പ്രതിഷേധത്തെ ഡൽഹിയിൽ എത്തിക്കാതിരിക്കുക എന്നതായിരുന്നു. അതിന് ഹരിയാന, ഉത്തർപ്രദേശ് സർക്കാരുകളും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസും പഠിച്ച പണി 18 പയറ്റി. പക്ഷേ ഇന്ത്യയുടെ നട്ടലായ കർഷകരുടെ പ്രതിഷേധാഗ്നിക്ക് മുന്നിൽ ഇവയെല്ലാം നിഷ്പ്രഭമാവുകയായിരുന്നു. പോലീസ് സ്ഥാപിച്ച സ്റ്റീൽ വേലികളും മുള്ളുകമ്പികളും വലിച്ചെറിഞ്ഞ് കോൺക്രീറ്റ് സ്ലാബുകൾ ഉണ്ടാക്കിയ മാർഗതടസ്സങ്ങൾ മറികടന്ന് കർഷകരുടെ ട്രാക്ടറുകൾ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മാർച്ച് തുടർന്നു. ഇതേ സമയം ഡൽഹിക്കുള്ളിലും പ്രതിഷേധം കത്തുകയായിരുന്നു. പോലീസിന്റെ നടപടികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഡൽഹിക്കുള്ളിലും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി തുടർന്നു. കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കുക തന്നെ വേണ്ടി വന്നു. ബുറാഡിയിലെ നിരങ്കരി മൈതാനത്ത് കർഷകർക്ക് പ്രവേശിക്കാൻ ഒടുവിൽ പോലീസ് അനുമതി നൽകി. മൈതാനത്തിന് ചുറ്റും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയതെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കർഷകർ ഡൽഹി അതിർത്തിയും കടന്ന് മുന്നോട്ട് നീങ്ങി. കാർഷിക നിയമം പിൻവലിക്കണമെന്ന ആവശ്യമാണ് കർഷകരും കർഷക സംഘടനകളും ഉന്നയിക്കുന്നതെങ്കിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ
പ്രതിഷേധം താൽക്കാലികമായി നിർത്താമെന്ന നിലപാടാണ് ദില്ലി ചലോ റാലി ആരംഭിക്കും മുന്നേ തന്നെ സമര നേതൃത്വം വ്യക്തമാക്കിയത്. സമരക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അതിന് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയില്ല. മറിച്ച് കാർഷിക നിയമം നടപ്പിലാക്കുമെന്ന കർക്കശ നിലപാടാണ് കൈക്കൊണ്ടത്. किसान यूनियन के सभी नेताओं को मैं ये कहना चाहता हूं कि आप सारे किसान भाइयों को लेकर जो स्थान दिल्ली पुलिस ने तय किया है वहीं पर आ जाइए. पुलिस परमिशन के साथ शांतिपूर्वक तरीके से, लोकतांत्रिक तरीके से आपका आंदोलन चालू रखिए और शीघ्र भारत सरकार आपसे बातचीत करने के लिए तैयार है. बातचीत को भी आगे बढ़ाइए. ജനങ്ങളുടെ വികാരത്തിനും അഭിപ്രായത്തിനും തെല്ലും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ചർച്ചകളോ പ്രതിപക്ഷ അഭിപ്രായങ്ങൾക്ക് വില നൽകാതെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും. Government would like to suppress, but they cannot. And if they suppress, it really comes out with the new spirit and the new strength. And that's the experience of people's movements at large. Because we are not in the electoral politics, we are in non-electoral politics. And our politics is based on the ideological commitment in which there is no compromise. So today when we are demanding no corporatization in the field of agriculture, the 3 black laws as they are called, that are anti-farmer laws which are brought in during lockdown and which are imposed without any consultation with either the elected representatives or the farmers organizations. We want those acts to be withdrawn forever. കർഷകർ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പ്രതിഷേധത്തിന്റെ ഭാഗവാക്കായത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും തൊഴിലാളി സംഘടനകളുമെല്ലാം കർഷകരുടെ സമരത്തിന് പരസ്യ പിന്തുണ നൽകി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം വീണ്ടും വലിയൊരു പ്രതിഷേധ ഭൂമിയായി മാറുകയാണ്. കർഷകരോഷത്തെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടും തന്ത്രങ്ങളുമായിരിക്കും സ്വീകരിക്കുക എന്ന ആകാംക്ഷയും ചെറുതല്ല. കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് സൂചനകൾ നൽകി തെരഞ്ഞെടുപ്പ് സമിതി. ബീഹാറിലെ തോൽവിയിൽ പാർട്ടി നേതൃത്വം ഏറെ പഴി കേൾക്കവെയാണ് അധ്യക്ഷനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കോൺഗ്രസിലെ ചേരിപ്പോര് ഒരു ശമനവുമില്ലാതെ തുടരുകയാണ്. കേരളമടക്കം PCCകളിലെ പോര് തീർക്കാൻ ഇടപെടേണ്ട AICCയിലെ കാര്യമാണ് സൂചിപ്പിച്ചത്. കുറുന്തോട്ടിക്കും വാദം വന്ന അവസ്ഥയിലാണ് AICC. കപിൽ സിബലും കൂട്ടരും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അതിന് മറുപടി പറയാൻ പോലും മുതിർന്ന നേതാക്കളെ കിട്ടാത്ത ഗതികേടിലാണ് കോൺഗ്രസ് നേതൃത്വം. AICCയിൽ ഇപ്പോൾ സോണിയ രാഹുൽ പക്ഷക്കാർ അടക്കം പറയുന്നത് ഇതാണ്: അന്ന്, അതായത് ഓഗസ്റ്റിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. അന്നത് ചെയ്യാഞ്ഞതുകൊണ്ടാണ് അവർ ഇപ്പോഴും പരസ്യമായി ആക്രമിക്കുന്നത്. കോൺഗ്രസിൽ ഇങ്ങനെയൊരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകില്ല. ഒന്നല്ല 3 or 4 തവണ ഈ നേതാക്കൾ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചു. എന്നിട്ടും ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ AICCക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിക്കുന്നത് എന്തുകൊണ്ടാണ്? നേതൃത്വത്തിനെതിരെ സംസാരിച്ചവരിൽ ഗുലാം നബിയെയും AICC ഭാരവാഹികളെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാം. പക്ഷേ ജനപ്രതിനിധികളുടെ രാജി ആവശ്യപ്പെടാനോ മറ്റുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ നിലവിലെ നേതൃത്വത്തിന് ധൈര്യമില്ല. ഇവർ ഒന്നിച്ച് രാജിവെച്ചാൽ പിന്നെ കോൺഗ്രസിൽ ശേഷിക്കുക ഗാന്ധിമാരും ഇനിയും മേൽവിലാസം ഉറപ്പാക്കാനാകാത്ത ചില നേതാക്കളും മാത്രമാകും. ഇത് മനസ്സിലാക്കിയാകണം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസിൽ തുടങ്ങിയത്. ഇത്തരം വാർത്തകൾക്ക് തുടക്കമിട്ടത് തെരഞ്ഞെടുപ്പ് സമിതിയുടെ പെട്ടെന്നുള്ള യോഗം ചേരലും മധുസൂദൻ മിസ്ത്രിയുടെ അത്ര പരോക്ഷമല്ലാത്ത പരാമർശങ്ങളുമാണ്. അടുത്ത് ചേരുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്ര മാത്രമല്ല, രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് നീക്കം. ഇതിനായി 1500 AICC പ്രതിനിധികളുടെ ഡിജിറ്റൽ ഫോട്ടോകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിമതസ്വരം ഉയർത്തുന്നവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം AICC അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കലല്ല. നിലവിലെ സാഹചര്യത്തിൽ അത് എളുപ്പവുമല്ല. സോണിയാഗാന്ധി തന്നെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇവരൊന്നും അല്ലെങ്കിൽ ഇവരുടെ പിന്തുണയോടെ ആര് മത്സരിക്കാൻ ഇറങ്ങിയാലും ജയം ഉറപ്പാണ്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിലും പ്രധാനം
കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ പ്രവർത്തക സമിതിയിൽ എത്തിപ്പെടുക. അതിന് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുക. നേതൃത്വവുമായി അടുപ്പമുള്ളവരാണെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ എത്തുകയാണെങ്കിൽ വിധേയത്വം കുറയുമെന്നാണ് ഇവരുടെ പക്ഷം. എന്തായാലും ജനുവരിയിൽ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രവർത്തക സമിതിയിലേക്കും നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ 23 നേതാക്കളുടെ ശ്രമം വിജയിക്കുമോ? കാത്തിരിക്കാം ജനുവരി വരെ. അഹമ്മദ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ക്രൈസിസ് മാനേജർ എന്നറിയപ്പെട്ട വ്യക്തിത്വം. UPA 2 തവണ അധികാരത്തിൽ നിലനിർത്തിയ ബുദ്ധികേന്ദ്രങ്ങളിലൊന്ന്. മന്ത്രിപദങ്ങളിലെത്തിയില്ലെങ്കിലും കോൺഗ്രസിലെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് അഹമ്മദ് പട്ടേൽ. സോണിയുടെ പ്രവർത്തനങ്ങൾ വിമർശന വിധേയമായപ്പോഴാണ് അഹമ്മദ് പട്ടേലിനെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായി നിയോഗിച്ചത്. അതൊരു തുടക്കമായിരുന്നു. വാർത്തയിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുള്ള ആ രാഷ്ട്രീയം അഹമ്മദ് പട്ടേലിനെ കോൺഗ്രസ് പ്രസിഡന്റിനെയും UPA സർക്കാരിനെയും നിയന്ത്രിക്കുന്ന ബുദ്ധികേന്ദ്രമാക്കി മാറ്റി. സോണിയാഗാന്ധിയുടെ അതിവിശ്വസ്തനായിരുന്നു അഹമ്മദ് പട്ടേലെങ്കിലും ആ വിശ്വാസത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതിന് കാരണം കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായ മാധവ് സിംഗ് സോളങ്കിയുടെ പ്രവർത്തനമായിരുന്നു. അഹമ്മദ് പട്ടേലിന്റെ എതിർചേരിയിലായിരുന്നു മാധവ് സിംഗ് സോളങ്കി. പട്ടേലിന്റെ ഉപദേശം മറികടന്ന് സോണിയാഗാന്ധി മാധവ് സിംഗ് സോളങ്കിയെ അനുകൂലിച്ചു. പൊട്ടിത്തെറിച്ച അഹമ്മദ് പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. സോണിയാഗാന്ധി ആകട്ടെ രാജി സ്വീകരിക്കുകയും ചെയ്തു. ആകെ പ്രതിസന്ധിയിലായ അഹമ്മദ് പട്ടേലിനെ അന്ന് രക്ഷിച്ചത് പ്രവർത്തക സമിതിയിലെ നേതാക്കളായിരുന്നു. സോണിയാഗാന്ധിയെ അവർ അനുനയിപ്പിച്ചു. അഹമ്മദ് പട്ടേൽ വീണ്ടും രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായി. BJPയുടെ ബുദ്ധികേന്ദ്രം അമിത്ഷായ്ക്കെതിരെ വരെ ചാണക്യതന്ത്രം മെനഞ്ഞ് വിജയം കണ്ട ചരിത്രം അഹമ്മദ് പട്ടേലിന് മാത്രം അവകാശപ്പെട്ടതാണ്. 2017 സ്വന്തം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ് അഹമ്മദ് പട്ടേലിന്റെ ആ രാഷ്ട്രീയ മെയ്വഴക്കം ദൃശ്യമായത്. അമിത്ഷാ നേരിട്ടിറങ്ങി കോൺഗ്രസ് MLA-മാരെ BJP പാളയത്തിലെത്തിച്ചിട്ടും അഹമ്മദ് പട്ടേൽ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലെ കുരുക്കുകൾ ഉപയോഗിച്ചുള്ള കളിയിലൂടെയാണ് അമിത്ഷായുടെ മാസ്റ്റർ ഗെയിം അഹമ്മദ് പട്ടേൽ മറികടന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ രാഷ്ട്രീയ തന്ത്രജ്ഞത യുവനിരയ്ക്ക് വഴിമാറി. എങ്കിലും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി തുടരുകയായിരുന്നു അഹമ്മദ് പട്ടേൽ. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ നാളായി വിരമിക്കാൻ ആഗ്രഹിച്ച പട്ടേലിനെ AICC-യിൽ തുടരാൻ നിർബന്ധിതനാക്കിയതും ആ ബന്ധം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ കാലത്തെ അഹമ്മദ് പട്ടേലിന്റെ വിയോഗം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചത്. നമുക്ക് പരിചയമുള്ള ആളെ കുറിച്ചൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഷെയർ ചെയ്യട്ടെ. Viewers, India's largest news network, News 18 Network. പോലീസ് കോൺസ്റ്റബിൾ സീമ ധാക്ക. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രവർത്തനത്തിന് പ്രൊമോഷൻ നൽകിയാണ് ഡൽഹി പോലീസ് അംഗീകാരം നൽകിയത്. ഡൽഹി പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കാണാതായ 76 കുട്ടികളെ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തുന്നത്. അതും ഒരൊറ്റ ഉദ്യോഗസ്ഥരുടെ പരിശ്രമത്തിന്റെ ഫലമായി.
സമയ്പൂർ ബദലി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളായിരുന്ന സീമ ധാക്കയുടേതായിരുന്നു ഈ നേട്ടം. സീമ കണ്ടെത്തിയ കുട്ടികളിൽ 56 പേരും 14 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു. കോവിഡും ലോക്ക്ഡൌണും കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കഠിനമാക്കി. കുട്ടികളെ കണ്ടെത്തിയാൽ ജോലി പൂർത്തിയാകുന്നില്ല. ലോക്ക്ഡൌണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ മാതാപിതാക്കളെ തെരഞ്ഞുപിടിച്ച് കുട്ടികളെ തിരികെ ഏൽപ്പിക്കുക എന്നത് ആയാസകരമായിരുന്നുവെന്ന് സീമ. ഇത്രയേറെ കുട്ടികളെ തിരികെ ഏൽപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും സീമ പങ്കുവച്ചു. मुश्किल तो था सर, लेकिन जैसे जैसे मुझे इन्फॉर्मेशन मिलती गई बच्चे के बारे में, तो पता नहीं क्यों मुझे नहीं लगा कि इन्फॉर्मेशन मिलने के बाद मुझे वेट करना चाहिए, तो इसलिए मैंने कोई भी रेस्ट वगैरह नहीं किया बीच में. कंटिन्यू जहाँ से जो इन्फॉर्मेशन मिली मैं क्विकली वहाँ पहुँच गई और मुझे उतनी अच्छी लीड मिलती चली गई. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പ്രോത്സാഹന പദ്ധതിയിലൂടെ സീമയ്ക്ക് ഔട്ട് ഓഫ് ടേൺ പ്രൊമോഷൻ നൽകുകയും ചെയ്തു. കുട്ടികളെ കണ്ടെത്തിയതിന് ഈ സ്കീമിലൂടെ പ്രൊമോഷൻ നേടുന്ന ആദ്യ ഉദ്യോഗസ്ഥ എന്ന നേട്ടവും സീമ കൈവരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ടാണ് സ്ഥാനക്കയറ്റം. പ്രമോഷനും ഇത്തരം സ്കീമുകളും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന അഭിപ്രായമാണ് സീമയ്ക്കുള്ളത്. अच्छा फील हो रहा है. जैसे जो मैं हेड कांस्टेबल टाइम में कर रही थी और रैंक ऊपर हुआ है, तो मुझे लग रहा है कि, और मैं चाहती भी हूँ कि मैं इससे ज़्यादा अच्छा और कुछ करके दिखाऊं, तो बहुत अच्छा लग रहा है. സീമയുടെ പ്രവർത്തനങ്ങൾക്ക് പോലീസ് വകുപ്പിൽ നിന്ന് മാത്രമല്ല അംഗീകാരം ലഭിക്കുന്നത്. ഡൽഹിയിലെ വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സീമയെ ആദരിക്കാനുള്ള തിരക്കിലാണ്. ഷിംലിയിൽ നിന്നുള്ള ഒരു കർഷകന്റെ മകളായ സീമ തീർത്തും അപ്രതീക്ഷിതമായാണ് പോലീസ് വകുപ്പിലെത്തിയത്. വിവാഹശേഷമായിരുന്നു ഉദ്യോഗത്തിനായി സീമ അപേക്ഷിച്ചത്. ഇന്ന് 8 വയസ്സുള്ള മകനും ഭർത്താവിനുമൊപ്പമാണ് സീമയുടെ താമസം. പ്രതിദിനം ആയിരക്കണക്കിന് ബാല്യങ്ങളാണ് തെരുവിലേക്ക് എത്തപ്പെടുന്നത്. ഇവരെ സംരക്ഷിക്കുകയും അവർക്ക് പഠനത്തിനുള്ള അവസരമൊരുക്കുകയുമാണ് കുന്ദൻ കൻസ്കറും സേവ് ചൈൽഡ് ബെഗേഴ്സ് എന്ന സംഘടനയും. ചേരികൾ മിക്കപ്പോഴും പ്രധാന റോഡുകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനാൽ തന്നെ ചേരികളിലെ കുട്ടികളെ ചെറുപ്പം തൊട്ടേ ഭിക്ഷാടനത്തിന് പ്രയോജനപ്പെടുത്തുക പതിവാണ്. ബാല്യങ്ങളെ ഭിക്ഷാടനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്നുണ്ട്. ഇതിൽ വ്യക്തിഗത പ്രവർത്തനങ്ങളാൽ ശ്രദ്ധ നേടിയവർ നിരവധിയാണ്. അതിലൊരാളാണ് കുന്ദൻ കൻസ്കർ. ഡൽഹിയിലെ ചേരികളിലെ കുട്ടികളെ ഭിക്ഷാടനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കുന്ദൻ കൻസ്കറെ ശ്രദ്ധേയനാക്കിയത്. സേവ് ചൈൽഡ് ബെഗേഴ്സ് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി മാധ്യമ ശ്രദ്ധ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ പ്രശംസയ്ക്കിടയാക്കി. बताओ इस हाथ में कितने पैसे हैं? सब बताओ। इंग्लिश में नहीं, 8 नहीं है. ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചാണ് സേവ് ചൈൽഡ് ബെഗേഴ്സ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച് ചേരിയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കുന്ദൻ ആരംഭിച്ചത്. അവർക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ആദ്യം ഒരുക്കി. പിന്നീട് വിദ്യാഭ്യാസത്തിനുള്ള നടപടികളും തുടങ്ങി.
സുഹൃത്തുക്കളുടെയും നല്ല മനസ്കരായ നിരവധി പേരുടെ പിന്തുണയും കുന്ദന് ലഭിക്കുന്നുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനപ്പുറം എന്തിനുപയോഗിക്കാം? വീട് നിർമ്മിക്കാമെന്ന ഉത്തരം നൽകുകയാണ് കർണാടകയിലെ പ്ലാസ്റ്റിക് ഫോർ ചേഞ്ച് ഇന്ത്യ ഫൗണ്ടേഷൻ. വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയല്ല, ഇത് പ്രാവർത്തികമാക്കി കാട്ടുകയും ചെയ്തു ഇവർ. പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് ലോകത്തെ പരിസ്ഥിതിക്കാകെ ആഘാതമുണ്ടാക്കുകയാണ്. കരയിലെയും സമുദ്രത്തിലെയും ആവാസ വ്യവസ്ഥയ്ക്ക് വരെ ഇവ ഭീഷണിയാവുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കലും പുനരുപയോഗിക്കലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും അത്ര ഫലവത്തല്ല. റോഡ് ടാറിങ്ങിനും സിമന്റ് ഫാക്ടറികളിൽ ഇന്ധനവുമൊക്കെയായി ഇന്ത്യയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ നിർമ്മിതികൾ സാധ്യമാണോ? ഈ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് കർണാടകയിലെ പ്ലാസ്റ്റിക് ഫോർ ചേഞ്ച് ഇന്ത്യ ഫൗണ്ടേഷൻ. പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ വീട് ഒരുക്കിയിരിക്കുകയാണ് ഇവർ. മംഗളൂരുവിലെ പച്ച നദിയിലാണ് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചത്. 350 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള വീടാണ് ഇവർ നിർമ്മിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായ ബാംബു പ്രോജക്ട്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ സഹായത്തോടെയായിരുന്നു വീടിന്റെ നിർമ്മാണം. 4 ലക്ഷത്തിലേറെ രൂപ ചെലവിട്ട് 15 ദിവസം കൊണ്ടാണ് വീട് നിർമ്മിച്ചത്. 1500 കിലോ പ്ലാസ്റ്റിക്കാണ് വീട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചത്. കമല എന്ന സ്ത്രീക്ക് വേണ്ടിയായിരുന്നു വേറിട്ട ഈ പരിശ്രമം. This is just a pilot project. For us, this is a proof of concept, and what we hope to do is create more applications for this. So today we are creating a house. Tomorrow we want to be able to create bathrooms and toilets, and day after we want to be able to create schools, study facilities. The possibilities are endless. Right? In phase 2 of our operations in 2021, we hope to create at least another 20 homes. ഇതാദ്യമായാണ് പ്ലാസ്റ്റിക് ഫോർ ചേഞ്ച് ഇന്ത്യ ഫൗണ്ടേഷനും ബാംബു കൺസ്ട്രക്ഷൻസും ഇത്തരത്തിലൊരു നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ട് 60ഓളം പാനലുകൾ നിർമ്മിച്ച് അവയുപയോഗിച്ചാണ് വീട് പണിതിട്ടുള്ളത്. ഓരോ പാനലും 25 കിലോ പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയത്. ഒരേ സമയം ഒന്നിലേറെ വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നിർമ്മാണ ചെലവ് 1 ലക്ഷം രൂപ വരെ കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയും സംഘടന പങ്കുവയ്ക്കുന്നു. ബലപരിശോധന അടക്കമുള്ളവ നടത്തിയാണ് വീട് കൈമാറിയത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് ഉപജീവനം കണ്ടെത്തുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് പ്ലാസ്റ്റിക് ഫോർ ചേഞ്ച് ഇന്ത്യ ഫൗണ്ടേഷൻ. ബസ് ഷെൽട്ടറുകൾ പോലുള്ളവയാണ് ഇതുവരെ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.